എല്ലാ ശാലോം പ്രേക്ഷകർക്കും ദേവിളി പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഡോക്ടർ ആൻ്റണി കൊഴുവനാലച്ഛൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെയും പ്രാരംഭഭാഗമാണ് ഈ പ്രോഗ്രാമിലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രമിച്ചത്. ഇന്ന് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കർമ്മവീതികളിലൂടെ നമ്മൾ വീണ്ടും കടന്നു പോകുന്നു. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ റവറൻഡ് ഡോക്ടർ ആൻ്റണി കൊഴുവനാലച്ഛനെ ശാലോം പ്രേക്ഷകരുടെ പേരിൽ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ അതിനോട് ചേർത്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു സംരംഭമുണ്ടല്ലോ, അച്ഛൻ്റെ കാർഷിക മേഖലയിലെ അച്ഛൻ്റെ ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു മുന്നേറ്റം, ഞാൻ 100% അത് ദൈവത്തിൻ്റെ നിയോഗമാണ് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. എങ്കിലും ദൈവം അച്ഛനെ ഉപയോഗപ്പെടുത്തി, ഒരുപാട് പേരുണ്ടായിരുന്നു, പക്ഷേ അച്ഛനെയാണ് ഉപയോഗപ്പെടുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ആ ഒരു മേഖലയിൽ, പ്രത്യേകിച്ച് ഇൻഫാം പോലുള്ള അതിനു മുമ്പ് പ്രാരംഭമായിട്ടുണ്ടായിരുന്ന കർഷക മുന്നേറ്റ സമിതിയിലൊക്കെ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വരാനുണ്ടായ സാഹചര്യങ്ങൾ എന്താണ് അതിന് പ്രേരണയായിട്ട് ഭവിച്ചത്, എങ്ങനെയാണ് ഇത്തരത്തിലൊരു മുന്നേറ്റം ആവശ്യമാണ് എന്ന് അച്ഛന് ബോധ്യപ്പെട്ടത്, എങ്ങനെയാണ് അതിനെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുമെന്ന് അച്ഛൻ തീരുമാനമെടുത്തുകൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ടത്, അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? പ്രധാനമായിട്ട് വന്നിട്ട് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിരുന്നല്ലോ ഇത്, ഒരു നല്ല പങ്ക്. അതിനെതിരായിട്ട് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമായിപ്പോയി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എളിയ രീതിയിലെങ്കിലും പ്രതികരിക്കാൻ ഇതൊരു മാർഗം, സമാധാനപരമായിട്ടുള്ള പ്രതികരിക്കൽ, ജനങ്ങളതിന് ആവേശത്തോടെ കൂടുതൽ വന്നു. അപ്പം അത് വിജയിച്ച് പോയി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് വരുന്ന കർഷക സംഘടനയാണെങ്കിലും ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് നമ്മുടെ സഭാ അസംബ്ലി പോലും ശുപാർശ ചെയ്തതനുസരിച്ച് കർഷകരോട് പക്ഷം ചേരണമെന്നും അവരുടെ പ്രതിസന്ധികളിൽ സഭ അവരുടെ കൂട്ടത്തിൽ നിൽക്കണമെന്നുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള പ്രസ്താവനയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഫാം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർഷക മുന്നേറ്റ സമിതി രൂപീകരിക്കപ്പെട്ടത് നമ്മുടെ പാസ്റ്റർ കൗൺസിൽ വെച്ചാൽ, താമരശ്ശേരി രൂപതയുടെ പാസ്റ്റർ കൗൺസിൽ വെച്ചാൽ അത് രൂപീകരിക്കപ്പെട്ടെ. ആ ഒരു സഭയുടെ സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരുടെയും ശബ്ദമില്ലാത്തവരുടെയും ശബ്ദമാകുക എന്നുള്ളത് സഭയുടെ ഒരു തീർച്ചയായിട്ടും പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവർത്തന രീതി എന്നുള്ള നിലയിലാണ് ഇൻഫാമിനെയോ കർഷക മുന്നേറ്റ സമിതിയോ ഒക്കെ പാസ്റ്റൽ കൗൺസിൽ പോലുള്ള സംഘടനകളിലൂടെ രൂപപ്പെട്ടു വന്ന് അതിനെ നയിക്കാനായിട്ട് അച്ഛനെ പരമേൽപ്പിക്കുന്നത്. ഒരു വശത്ത് അജപാലന ദൗത്യം, മറുവശത്ത് സാമൂഹിക കാർഷിക പ്രശ്നങ്ങളിൽ അവരോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം, ഇതിനെ എങ്ങനെ സമന്വയിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിച്ചു? കാരണം ഒരു ഇടവകയുടെ ഭാരവാഹിത്വം, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന അച്ഛൻ വല്ലാപ്പുഴയിൽ ഇരുന്നിട്ടുണ്ട്, തിരുവമ്പാടിയിൽ ഇരുന്നിട്ടുണ്ട്, ചെവ്വായിൽ ഇരുന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ അച്ഛൻ വികാരിയായിട്ടിരുന്നിട്ടുണ്ട്. ഇതൊക്കെ വലിയ ഇടവകളാണ്. ഈ ഇടവകയുടെ ജനങ്ങളുടെ അജപാലന ദൗത്യങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങളെയും കാർഷിക പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ അച്ഛന് സഹായകമായി തീർന്ന സാഹചര്യങ്ങളും അതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും എന്തൊക്കെയായിരുന്നു? അതിനകത്ത് ഒന്നേ, ഇത് എല്ലാം നമ്മുടെ മിടുക്ക്, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ പാണ്ഡിത്യം എന്നൊന്ന് വിചാരിക്കുകയേ വേണ്ട. ഇത് സത്യം പറഞ്ഞാൽ ഓരോന്നും വരുന്ന അവസരത്തിൽ ദൈവ അരൂപി നൽകുന്ന ഒരു പ്രചോദനമാണ്. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും, ഈ അവസരത്തിൽ ഇങ്ങനെ പ്രതികരിക്കണമെന്ന് ഓരോ സമയത്ത് നമ്മൾ ദർശനം കിട്ടുന്ന പോലെ വരികയല്ല. അത് നമ്മുടെ ഒരു സാധാരണ ആറ്റിറ്റ്യൂഡായി മാറുക. അതിന് പിൻബലം തരുന്നത് അരൂപിയാണത്. അപ്പം ഒന്നും നേരത്തെ മുൻകൂട്ടി ഇതിന് ശേഷം അത് ചെയ്യണം, അതിനുശേഷം പിന്നെ അത് ചെയ്യണം, അങ്ങനെയൊന്നും കണക്കൂട്ടി ചെയ്ത് ഒന്നുമല്ല. അല്ലല്ല, മിക്കവാറും ഒന്നുമല്ല. ആ സമയത്ത് അരൂപി തോന്നിക്കുന്നത്, ആ ഭാഷ ഉപയോഗിക്കുന്നത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും തോന്നിക്കുന്നതനുസരിച്ച് ആ സമയത്ത് പ്രവർത്തിക്കും. പിന്നെ നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് അല്പം ബുദ്ധിമുട്ടാനും കഠിനാധ്വാനവും ഒന്നത്. രണ്ടാമത്തെ ഏറ്റവും വലുത് മനുഷ്യരെ സ്നേഹിക്കുക. മനുഷ്യർ ഒരു കഷ്ടപ്പാടിൽ ബുദ്ധിമുട്ടിലാവുന്നെന്ന് കാണുമ്പോൾ നമ്മൾ ചുമ്മാ കൈ നോക്കി എനിക്കൊന്നും പറ്റിയല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കാൻ പാടില്ല. നമ്മൾ ഇറങ്ങിയേ തീരൂ. നമുക്ക് അതിനുള്ള ഈ നേതൃത്വം എന്ന് പറഞ്ഞാൽ പിന്നെ തന്നെ ദൈവം തന്നല്ലേ, നേതൃത്വത്തിലുള്ള ആൾക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ആത്മാവിനല്ല മനുഷ്യൻ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളെ പരിഗണിപ്പിച്ച് നമ്മൾ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് തെറ്റ്. നമുക്ക് നേതൃത്വം ഉണ്ടെങ്കിൽ നമ്മൾ ശക്തമായി രംഗത്തിറങ്ങിയാൽ മാത്രം മതി. അപ്പോൾ അത് സത്യത്തിൽ ആ പാമ്പുവേൽ ബഹിഷ്കരണമൊക്കെ ഈ ആഗോളവൽക്കരണത്തിന് എതിരായിട്ട് ആദ്യത്തെ ലോകത്തിലെ വെല്ലുവിളിയായിട്ടാണ് പറഞ്ഞത്. അത് വലിയ കാര്യം നമ്മൾ ചെയ്തില്ലെങ്കിലും അത് ബഹിഷ്കരണത്തിലൂടെ അത് അനുവദനീയമാണ്. അതൊരു പ്രതീകമാണ്. അതെ, അത് കണ്ടിട്ടാണല്ലോ നമ്മുടെ വാൾ സ്ട്രീറ്റിൻ്റെ പേപ്പറിൻ്റെ ഏഷ്യൻ റിപ്പോർട്ടർ ഡാനിയൽ പേള്
അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് തിരുവമ്പാടി എൻ്റെ കൂടെ ഒരു ദിവസം താമസിച്ചു, മുഴുവൻ കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അതേപ്പറ്റി വാൾ സ്ട്രീറ്റ് പേപ്പറിൽ ലേഖനം എഴുതി. അദ്ദേഹമാണ് പാകിസ്ഥാനിൽ വെച്ച് കഴുത്ത് മുറിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടത്, ഡാനിയൽ പേൾ. ഞാൻ പറയുന്നത് അങ്ങനെ അത്രയും വരെ നമുക്ക് അന്തർദേശീയ തലത്തിൽ ഇതിൻ്റെ ഒരു ശബ്ദം കേൾപ്പിക്കാൻ കഴിഞ്ഞത് നമ്മൾ എൻ്റെ വിശ്വാസം അത് കാലത്തിൻ്റെ ആവശ്യമായിട്ട് അരൂപി തോന്നിച്ചതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കേരളമാകമാനമുണ്ടായ ഒരു ഭക്ഷ്യക്ഷാമവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമാണ് മലബാറിലേക്കുള്ള കുടിയേറ്റത്തിന് തുടക്കം കുറിച്ചത്. 1942കളിൽ ഈ മലബാറിലേക്ക് കുടിയേറിയ ജനം അവരുടെ കഠിനാധ്വാനം, നമ്മുടെ മാതാപിതാക്കളുടെ കഠിനാധ്വാനവും അവരുടെ കടിയുറച്ച ദൈവവിശ്വാസവുമാണ് ജീവിത പുരോഗതിയിലേക്ക് അവരെ എത്തിച്ചത്. എന്നാൽ അടുത്ത കാലത്ത് ഉണ്ടായ ഒത്തിരിയേറെ പ്രതിസന്ധികൾ, മനുഷ്യൻ കൂടുതൽ സുഖലോലുപതരായപ്പോൾ അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ ലിപ്തമായ ഭക്ഷ്യസാധനങ്ങളാണ് സ്വാഭാവികമായിട്ടും അവർക്ക് ലഭിച്ചത്. കേരളത്തിൽ പച്ചക്കറി അടക്കമുള്ള ഭക്ഷ്യസാധനങ്ങൾ ജൈവമല്ലാത്ത രീതിയിൽ കൂടുതൽ രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ച ഭക്ഷ്യവിളകളാണ് തമിഴ്നാട് അടക്കമുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ഇങ്ങോട്ട് ലഭിച്ചത്. ആ ഒരു പ്രതിസന്ധി ഇവിടെ കൂടുതൽ രോഗങ്ങളും അതുപോലെ ജനങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലേക്കും എത്തിക്കും എന്ന് കണ്ടപ്പോഴാണ് 1997 തിരുവമ്പാടി വികാരിയായിട്ട് ഫാദർ ആൻ്റണി കൊടുവനാൽ എത്തി. അതിനുശേഷം 98-99കളിലാണ് അച്ഛനെ ഇവിടെ ഒരു കാർഷിക പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു, കൂടുതൽ ജൈവ കൃഷികളിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രക്രിയയിലേക്ക് അച്ഛൻ മാറി. അതിൻ്റെ അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തിരുവമ്പാടിയിൽ കേന്ദ്രീകരിച്ച് കേരള കർഷക സമിതി എന്ന രീതിയിൽ ഒരു കർഷക പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്തു. ആ പ്രസ്ഥാനം ഇവിടെ ക്രിസ്മസിൻ്റെയും ഓണത്തിൻ്റെയും കാലഘട്ടത്തിൽ വിപുലമായ ചന്തകൾ സംഘടിപ്പിക്കുകയും കൃഷിക്കാർ ഉൽപ്പാദിപ്പിച്ച ജൈവ വിളകൾ മാർക്കറ്റിൽ എത്തിച്ച് വിപണനം നടത്തുകയും കൂടുതൽ ഈ ഇറച്ചി കിട്ടാൻ വേണ്ടി വലിയ പോത്തുകളെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ തന്നെ കൃഷിയിടങ്ങളിലൊക്കെ അഴിച്ചുവിട്ട് വളർത്തുന്നതായ വലിയ പോത്തുകളെ കൊണ്ടുവന്ന് ഇവിടെ നമ്മൾ ഈ ഉത്സവ കാലഘട്ടത്തിൽ വെട്ടിവെക്കുകയൊക്കെ ചെയ്തു. വലിയ ഒരു ജനകീയ പിന്തുണ അത്തരം പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ഈ കർഷക പ്രസ്ഥാനം ഈ തിരുവമ്പാടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്ന് ഈ കോഴിക്കോട് ജില്ലയെ മുഴുവനായി കാണുകയും കർഷക മുന്നേറ്റ സമിതി എന്ന രീതിയിൽ ഒരു സംവിധാനത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. ഈ കർഷക മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ അന്ന് രൂപം കൊടുത്ത ആ കാലഘട്ടത്തിൽ ഇവിടെ കർഷകൻ്റെ പ്രധാന വരുമാന മാർഗമായ നാളികേരം, റബ്ബർ അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ, അതുപോലെ അടയ്ക്ക അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ വില വളരെ ഗണ്യമായ രീതിയിൽ കുറയുകയും കർഷകൻ പ്രതിസന്ധിയിലാകുകയും ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഈ അധികാരികളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനുള്ള ഒരു മുന്നേറ്റം, ഒരു സംയുക്തമായ ഒരു മുന്നേറ്റം നമുക്ക് ആവശ്യമാണ് എന്നുള്ള അച്ഛൻ്റെ നിർദ്ദേശത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കർഷക മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ താമരശ്ശേരി രൂപതയിലെ മുഴുവൻ ഇടവുകളിലും ഈ വിവരങ്ങൾ അറിയിച്ച് കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് നമ്മളൊരു മാർച്ച് സംഘടിപ്പിച്ചു. 10,000-കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തിയ വളരെ കേരളത്തെ പോലും ഞെട്ടിച്ച ഒരു വലിയ മുന്നേറ്റമായിരുന്നു അന്ന് നടന്നത്. ഇൻഫാം കർഷക സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചതിലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിലും വളരെയധികം സന്തുഷ്ടനാണ് ഞാൻ. 1999,
കാലത്തിൽ മുഖേറിയ കർഷകർ കൂട്ടായി തുടങ്ങിയ മുന്നേറ്റം അത് ഇൻഫാം പല കാര്യങ്ങളും ചെയ്തു പോകുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം 2008-2009 കാലഘട്ടത്തിൽ നാളികേര കർഷകർക്ക് നാളികേരം പറിച്ചു വിൽക്കാനുള്ള കൂലി പോലും ഇതിൽ നിന്നും വിറ്റാൽ കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ അതിനുവേണ്ടി ഈ കർഷകർക്ക് ഉൽപ്പാദന ചെലവിലും ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇൻഫാം ചെയർമാൻ പി സിറിക് സാറ്, ആൻ്റണി കൊഴുവനാലച്ചൻ ഇൻഫാം ജനറൽ സെക്രട്ടറി, തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർ ജോർജ് വലിയമറ്റം തുടങ്ങിയ ഒരു ഒന്നായി കേന്ദ്രത്തിൽ പോയി UP അധ്യക്ഷ സോണിയാഗാന്ധിയെയും അതുപോലെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും കണ്ട് കേരളത്തിലെ നാളികേര കർഷകർക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നൽകണമെന്ന അഭ്യർത്ഥന ഫലമായി 2011 കൂടി കേരളത്തിലെ നാളികേര വികസന ബോർഡിന് ഒരു മുഴുവൻ സമയ ചെയർമാനെ അനുവദിച്ചു തരികയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് കൊഴുവനാലച്ചൻ്റെ നേതൃത്വത്തിൽ ഞാനും പെരുമാലി ബേബി ചേട്ടനും കൂടി എറണാകുളം നാളികേര വികസന ബോർഡിൽ പോയി പല പദ്ധതികളും അവിടെ ഒന്നായി ചെയർമാൻ TK ജോസ് സാറിൻ്റെ അധ്യക്ഷതയിലിരുന്ന് ചർച്ച ചെയ്ത് എടുത്ത തീരുമാനത്തിൻ്റെ ഫലമായാണ് നാളികേര കർഷകരെ രക്ഷിക്കാൻ പലവിധ സഹായങ്ങളും അവർക്ക് ലഭ്യമാക്കാൻ വേണ്ടി നാളികേര ഉൽപ്പാദക സംഘങ്ങൾ കോക്കനട്ട് പ്രൊഡ്യൂസർ സൊസൈറ്റി 10 സൊസൈറ്റികൾ 40-50 കർഷകർ കൂടുന്ന ഒരു സൊസൈറ്റി, അതുപോലെ 10 സൊസൈറ്റികൾ കൂടുന്ന ഒരു ഫെഡറേഷൻ, അതുപോലെ 10 ഫെഡറേഷൻ കൂടുന്ന കമ്പനി നിർമ്മിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 17 ലക്ഷം കർഷകരെ 2-3 വർഷം കൊണ്ട് ഒരു കോറമ്പയിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനും അവർക്ക് വേണ്ട സഹായങ്ങൾ നാളികേര വികസന ബോർഡ് TK സാറിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ഇവിടെ കർഷകർക്ക് എത്തിച്ചുകൊണ്ട് നാളികേര കൃഷിയെ പുനരുദ്ധരിക്കാനും പുതിയ കുറിയ ഇനം തെങ്ങിൻ തൈകൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ടും അതുപോലെ നാളികേരത്തിന് ഉപ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് പുതിയ കർഷകന് പരമാവധി വില ലഭിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ പാക്കേജുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് അത് കർഷകരിലേക്ക് നടത്തി വിജയകരമാക്കുകയും അതുപോലെ നീര എന്ന ഒരു പോഷകഗുണമുള്ള ഉൽപ്പന്നം ഇവിടെ തെങ്ങിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുവാൻ സാധിച്ചുകൊണ്ട് അതും വളരെ വിജയപ്രദമായി നടപ്പാക്കിയെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു സഹായം കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ മാർക്കറ്റിങ്ങും പ്രോസസ്സിങ്ങും നടത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പെൻഡിങ്ങിലാണ്. പക്ഷേ ഇപ്പോൾ അതിന് വീണ്ടും ഒരു സഹായം വരുന്നുണ്ട്. മാനസികമായി ചിന്തിച്ചാൽ അച്ഛൻ ഇത്തരത്തിലുള്ള കർഷകർക്ക് വേണ്ടിയും കാർഷിക പ്രശ്നങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിൽ നൊമ്പരപ്പെടുന്നതിന് വേണ്ടിയുമൊക്കെ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും പൗരോഹിത്യ ധർമ്മത്തോടൊപ്പം പ്രവാചക ദൗത്യവും പ്രവാചക സ്വരമായി മാറുകയും ചെയ്തു. പക്ഷേ ഇത് എത്ര കണ്ട് സമൂഹത്തിൽ വിജയിക്കാൻ സാധിച്ചു എന്നൊരു ചോദ്യം ചിലപ്പോൾ സാധാരണക്കാർ ചോദിച്ചേക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ്റെ ഒരു കമൻറ്റ് ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ ഇൻഫാം അതിൻ്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോയി ഇന്ന് അത് എത്ര കണ്ട് വിജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് ഇപ്പോൾ ഒരു കാര്യം അച്ഛൻ പറഞ്ഞു, ആഗോള അടിസ്ഥാനത്തിൽ തന്നെ ഒരു പ്രതീകമാകാനെങ്കിലും നമ്മുടെ ചില നീക്കങ്ങൾ സാധിച്ചു എന്ന്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇവിടെ ഉള്ള സാധാരണക്കാരായ ആളുകൾ ചിന്തിച്ചാൽ എത്ര കണ്ട് അതിനെ സമൂഹത്തിൽ വിജയിക്കാൻ കഴിഞ്ഞുള്ളതിനെക്കുറിച്ച് അച്ഛൻ്റെ അസസ്മെൻ്റ് എന്താണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ നിഗമനം എന്താണ്? പ്രശ്നപരിഹാരം നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒത്തിരി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നുമെങ്കിലും അന്ന് മുതൽ ഇവിടെ കാർഷിക മേഖലയിലുണ്ടായ ഒരുപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രവർത്തനങ്ങളുണ്ട്. കർഷകർക്ക് പെൻഷൻ കൊടുക്കൽ ഫോർ എക്സാമ്പിൾ, ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രശ്നം പരിഹരിച്ചെല്ലാം കർഷകർ സുരക്ഷിതമായെന്ന് പറയുന്നില്ല, ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷേ അത് നടന്നൊന്നും ഈ കർഷക സംഘടനകളുടെ ഒച്ചബഹളം കൂട്ടിയിട്ടാന്ന് ആരും പറയല, സമ്മതിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം നമ്മൾ നിറവേറ്റി നടന്നു പറയുന്നില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അതിന് പുറമെ ഇവിടുത്തെ കർഷകർ പ്രതികരിക്കാൻ പഠിച്ചു. കർഷകർക്കൊരു വർഗ്ഗസ്വഭാവം ഉണ്ടായി. എവിടെയും അനീതി കണ്ടാൽ പ്രതികരിക്കാൻ ഇപ്പോൾ ചാർജിമാർക്ക് അറിയാം, സ്ത്രീകൾക്ക് വരെ അറിയാം. അത് നേരിട്ടല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇവിടെ സഭയുടെയും കൂടെ പിന്തുണയോടുകൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയ മുന്നേറ്റം തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. പിന്നെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ നമ്മളൊരു സ്റ്റെപ്പ് എടുത്തു, ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തു. ഇപ്പം മറ്റാൾക്കാർ ഇപ്പോൾ വേറെ സംഘടനകളും പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വന്നിട്ടുണ്ടല്ലോ, ഓരോരുത്തരെയും മാറി മാറി ദൈവം ഏൽപ്പിക്കുക. ഒരു എബ്രാഹിം ലിങ്കൻ്റെ ചിന്തയിൽ നിന്ന് അമേരിക്കയെ സ്വാതന്ത്ര്യത്തിൽ നയിക്കാൻ സാധിച്ചതുപോലെ അതല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു ഏക വ്യക്തിയുടെ മുന്നേറ്റത്തിൽ നിന്ന് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ സാധിച്ചതുപോലെ ഈ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളിൽ ഒരു സ്വരമായി അച്ഛൻ തുടങ്ങിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും കർഷകരിലേക്ക് എത്തിക്കാനും അച്ഛന് സാധിച്ചു. അവർക്ക് സംഘടിക്കണമെന്ന് തോന്നാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് അവർ ഒന്നിച്ച് നിൽക്കണമെന്ന് തോന്നാനൊക്കെ ഒരു ബോധ്യങ്ങൾ കൊടുക്കാൻ സാധിച്ചു.
സർക്കാർ തലത്തിലും ചില കണ്ണു തുറപ്പിലുകൾ നടത്താനായിട്ട് സാധിച്ചു എന്നുള്ള നിലയിൽ ഇൻഫാം ഒരു വലിയ മുന്നേറ്റമായി തന്നെ ഞാൻ കാണുകയാണ് ഈ കാലഘട്ടത്തിൽ. അത് അനുസ്യൂതം വളരേണ്ടതുമാണ്, തീർച്ചയായിട്ടും മുമ്പോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഞാൻ അതിനോട് അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഇതൊരു വശത്തോടെ നടക്കുമ്പോൾ തന്നെ തിരുവാമ്പാടിയിൽ അച്ഛൻ വികാരിയായിരുന്നപ്പോൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പലരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആ പ്രദേശത്തിൻ്റെ, ഇത് വെറുതെ വാക്കുകൊണ്ട് പറയുകയല്ല, പ്രവൃത്തിപഥത്തിൽ കാണിച്ചു കൊടുക്കുക എന്നുള്ള ധർമ്മം കൂടി അച്ഛൻ നിർവഹിച്ചതായിട്ട് എനിക്ക് തോന്നുന്നു. ആ തരത്തിൽ തിരുവാമ്പാടി ഫെറോനയിൽ വികാരിയായിരുന്നുകൊണ്ട് അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങളെ കൂടി ഒന്ന് അനുസ്മരിക്കാൻ ഈ സമയം ഉപയോഗിച്ചാൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സത്യത്തിലേ ഞാൻ ഈ കർഷക പ്രസ്ഥാനത്തിലേക്ക് വന്നത് കർഷക സമരം നടത്താൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ചിന്തയില്ല. ആ പ്രസ്ഥാനം ആരംഭിക്കുന്നത് തന്നെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വിലയുള്ള കാലത്താണ്. ഇപ്പം കർഷകന് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാൻ അധ്വാനിക്കുന്നവന് ഇല്ലാത്ത കാലത്ത് അന്നില്ലായിരുന്നു. ഒരേക്കർ കമുകും തോട്ടം ഒരു കൊല്ലത്തേക്ക് പാട്ടത്തിന് കൊടുക്കാന്ന് പറയുമല്ലോ, പാട്ടത്തിന് കൊടുക്കുന്നത് 7 ലക്ഷം രൂപയ്ക്കാണ്. അത്രയും സമൃദ്ധമായിട്ട് പൈസയുള്ള കാലത്താണ് കർഷക മുന്നേറ്റ സമിതി ഉണ്ടാകുന്നത്. അന്ന് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത് കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനില്ല, ജൈവ കൃഷി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്തുണ്ടാക്കിയാലും എന്തുമാത്രം ഉണ്ടാക്കിയാലും വാങ്ങിച്ച് തിന്നുന്നത് വിഷമാണെന്നും അനാവശ്യമായ ആർഭാടവും പണം കൊണ്ടുള്ള ഓട്ടം തുള്ളലും ഉണ്ടെന്ന് മനസ്സിലാക്കി അത് അവസാനിപ്പിച്ച് എളിയ ജീവിതത്തിലേക്ക് വരിക. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുക, അതുകൊണ്ട് പ്രത്യേകിച്ചും ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കൃഷി ചെയ്യുക. മറ്റു കൃഷി ചെയ്യുകയാണെങ്കിൽ ഭൂമിയെ നശിപ്പിക്കാതെയും കളനാശിനി എന്നുള്ളത് അങ്ങനെയുള്ള വിഷവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് വളം പോലും ഞങ്ങൾ ആ ദിവസങ്ങളിൽ രാസവളം കുറയ്ക്കുക, ജൈവവളം ഉപയോഗിക്കുക, ജൈവവളം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അതുമാത്രമല്ല, ഒരു തരത്തിലും ഇപ്പോൾ മണ്ടരി വന്ന കാലമാണ്. മണ്ടരി വന്നപ്പോൾ അതിനെതിരായിട്ട് വിഷപ്രയോഗം നടത്താനായിട്ട് ഇവിടെ പലയിടത്തും ഗവൺമെൻറ് ഏജൻസികൾ വരെ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞങ്ങൾ അവിടെ 4-5 വില്ലേജുകളിലെങ്കിലും വിഷവസ്തുക്കളൊന്നും മണ്ടരിയെ മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോലും സമ്മതിച്ചില്ല, സമ്മതിച്ചില്ല. കർഷകർ അത് പ്രതിരോധിച്ചു. പകരം ഒരേ സമയം ഒറ്റ ദിവസം പ്രഖ്യാപിച്ച് ഒറ്റ ദിവസം എല്ലാ സ്ഥലങ്ങളിലും പുകയിടുക. അതുവഴിയായിട്ട് തിരുവമ്പാടി ഭാഗത്ത് അടുത്ത മേഖലകളിലെല്ലാം അതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു. അതേസമയം പെരിന്തൽമണ്ണ ഭാഗത്ത് അവരത് ചെയ്തില്ല, അവിടുത്തെ മണ്ടരി പോയുമില്ല. വിഷത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ തൊഴിലാളികൾക്ക് വിഷം തളിച്ചവർക്ക് ഉണ്ടാകുകയും ചെയ്തു. ആ ദിവസങ്ങളിൽ എല്ലായിടത്തും പാട്ടായിരുന്നു. അപ്പം അതുപോലെ കുട്ടികളെ ചെറുപ്പം മുതലേ സ്കൂൾ കുട്ടികളുടെ വഴിയായിട്ടാണ് അവിടെ പച്ചക്കറി വിപ്ലവം നടത്തിയത്. പച്ചക്കറി വീടുകളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടിക്കും വിത്ത് കൊടുത്തു. ജാതിമത വ്യത്യാസം കൂടാതെ 5000-ത്തിലധികം കുട്ടികൾ അവരുടെ വീടുകളിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുകയും പല ഉണ്ടാക്കുകയും ജൈവ കൃഷി. അവിടുത്തെ പഞ്ചായത്ത് പോലും സംബന്ധിച്ചാണ് 2, 3, 4, 5, 8 വർഷം പരിശ്രമിച്ചിട്ട് നടക്കാത്തത്. ഈ ജനങ്ങൾ ഒറ്റക്കെട്ടായി വന്നപ്പം അത് സാധിച്ചു എന്ന്. അപ്പോൾ ആ വിധത്തിലൊരു ജൈവ സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് കർഷക മുന്നേറ്റ സമിതി ഉണ്ടായത്. പക്ഷേ അതിനെ തകർക്കുന്ന ഒരു വിലയിടിവ് വന്നു കഴിഞ്ഞപ്പോൾ ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു. പട്ടിണി നടക്കുന്ന ഒരുപാട് മനുഷ്യരെ ജാതിമത വ്യത്യാസം കൂടാതെ ഞങ്ങൾ നേരിട്ട് കണ്ടു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രതികരിക്കുകയും കൂടെ വേണം. നമ്മൾ ഈ രീതിയിലുള്ള പ്രവർത്തനം മാത്രം പോലെ അനീതിക്കെതിരായിട്ട് പ്രതികരണം കൂടെ വേണം. കാരണം ഈ വിലയിടിഞ്ഞപ്പോൾ ഞങ്ങൾ ഒത്തിരി പേരെ കണ്ട്, നേതാക്കന്മാരെയും രാഷ്ട്രീയക്കാരെയും കണ്ട് അവരെ കൈമലർത്തുള്ളൂ. നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആഗോളവൽക്കരണം വന്നു, തേങ്ങയ്ക്ക് ഇനി 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. ശ്രീലങ്കയിൽ നിന്ന് ഇഷ്ടംപോലെ തേങ്ങായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞ് കർഷകരെ നിരാശപ്പെടുത്തിയല്ലാണ്ട് ആർക്കൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്രതികരിക്കാനായിട്ട് തയ്യാറായി. അങ്ങനെയാണ് രംഗത്തേക്ക് വന്നത്. അത് എല്ലാ പ്രശ്നവും പരിഹരിച്ചില്ല. പക്ഷേ ഇനിയും പുതിയ രീതികളിലൊക്കെ പരീക്ഷണം വരട്ടെ. ആനച്ചൻ ഇവിടെ ഉണ്ടായിരുന്നത് 97 മുതൽ 2002 വരെയാണ്. പക്ഷെ അതിലുപരിയായിട്ട് എനിക്ക് ആനച്ചന് 90കളിൽ മുതൽ വലിയ അടുത്ത ബന്ധമുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ റീജൻസി കാലത്ത് 1 വർഷം അച്ഛൻ്റെ കൂടെ ആയിരിക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതും ആനച്ചൻ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. 1 വർഷക്കാലം ഒരു ബ്രദർ എന്ന നിലയ്ക്ക് ഏതെല്ലാം രീതി വളർത്തുവാനായിട്ട് പറ്റുമോ ആ എല്ലാ രീതിയിൽ അച്ഛൻ വളർത്തുവാനായിട്ട് വലിയ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അപ്പോൾ അതുതന്നെയാണ് അച്ഛനെന്ന് പറയുന്നത്. അത് ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല, ഇടവകയിലും ആ ഒരു മാനം അച്ഛൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയല്ല ആർക്കെല്ലാം എന്തെല്ലാം രീതിയിൽ ഉപകാരം ചെയ്യാൻ പറ്റുമോ, അതിൻ്റെ ആരോഗ്യവും കഴിവും സമയവും ഒക്കെ എപ്രകാരം ചെലവഴിക്കാൻ പറ്റുമോ അതിൻ്റെ പൂർണ്ണതയിൽ അച്ഛനെ കൊണ്ട് കഴിയുന്നിടത്തോളം അതിൽ കൂടുതൽ തന്നെ ചെലവഴിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുക. ഇവിടെ തന്നെയാണെങ്കിൽ 5 വർഷക്കാലം അച്ഛൻ ഉണ്ടായിരുന്നു. തിരുവമ്പാടിക്ക് 5 വർഷം ഇരിക്കൊക്കെ വിരളമാണ്. കാരണം ഒത്തിരിയേറെ ഇടവക്കാരുള്ള ഒരു ഇടവകയിൽ ഒത്തിരിയേറെ ഉത്തരവാദിത്തം, ഇടവക മാത്രമല്ല
തിരുവമ്പാട് എന്ന പ്രത്യേക ഒരു സാംസ്കാരിക പ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശമായ സാംസ്കാരികത്തിൽ വളർന്നതായതുകൊണ്ടും എല്ലാ തുറകളിലും പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അച്ഛന്മാർക്കുണ്ട്. പാനടിച്ച് ശരിക്കും പാനടിച്ചന് അത് ശരിക്കും അന്തോണിച്ചന് അതിൻ്റെ തനിമയിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പള്ളിയുടെ ഇടവകയുടെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഇടവകയുടെ ഈ ഇടവക ദേവാലയം, പഴയ ദേവാലയം, അത് പൊളിച്ചു കളയാതെ അതിൻ്റെ തനിമ സൂക്ഷിച്ചുകൊണ്ട് തന്നെ അച്ഛനതിനെ വിശാലമായ ഒരു നല്ല പള്ളിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ച വലിയ വിജയമാണ്. രണ്ട് സൈഡിലേക്ക് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പഴമ കളയാതെ തന്നെ ഒരു പുതിയ പള്ളിയായിട്ട് രൂപാന്തരപ്പെടുത്തി അതിൻ്റെ പുതുമ ഇന്നും നിൽക്കുന്നുണ്ട്. തിരുവമ്പാടി പള്ളിയിൽ കടന്നു എല്ലാവർക്കും എന്നും ഒരു അത്ഭുതം പോലെ, ഒരു സന്തോഷം, ഒരു കുളിർമ പോലെയാണ് ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ. അപ്പോൾ ദേവാലയത്തിൻ്റെ സൃഷ്ടി നിർമ്മാണം അങ്ങനെ തന്നെ. അതിനുശേഷം അച്ഛന് ഹൈസ്കൂളിൻ്റെ +2 നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് +2 കെട്ടിടം മുഴുവൻ പണിതതും ഒരുപക്ഷെ നമ്മുടെ രൂപതയിലുള്ള അന്നത്തെ കാലത്ത് ഏറ്റവും മനോഹരമായ, ഏറ്റവും നവീകൃതമായ ഒരു +2 കെട്ടിടമാണ് നമുക്കുണ്ടായിരുന്നത്. ഇപ്പോൾ പലയിടത്തും ആയെങ്കിലും ആദ്യമായിട്ടാണ് ഏറ്റവും തിരുവമ്പാടിൽ നിന്ന് മനസ്സിലാക്കുക മനോഹരമായിട്ട് +2 ഉണ്ടായി. UP സ്കൂളിൻ്റെ പണികൾ പരുത്തിപ്പറം തുടങ്ങി വെച്ചുവെങ്കിൽ അതിനെ പൂർത്തീകരിച്ചത് അനണിച്ചനാണ്. അപ്പോൾ അതിലുപരിയായിട്ട് അനണിച്ചനെ പറ്റി ആൾക്കാർ പറയുമ്പോൾ, സ്കൂളിൽ പറയുമ്പോൾ, അവിടുത്തെ സ്കൂൾ അധ്യാപകർ പറഞ്ഞ് ജോർജ് സാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അച്ഛന് അന്ന് തന്നെ അച്ഛനെ സന്ദർശിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങിയപ്പോൾ ആ സ്കൂളിൻ്റെ പരിതാപാവസ്ഥ കണ്ടിട്ട് അച്ഛൻ ഭയങ്കര വിഷമമായി. അപ്പം തന്നെ അച്ഛന് ഇതെല്ലാം പൊത്തടയ്ക്കാനൊക്കെ പരിപാടി ചെയ്തെല്ലാം മനോഹരമാക്കാനായിട്ട് അതിൻ്റെ പരിധി നിന്നുകൊണ്ട് തന്നെ അത് മനോഹരമാക്കാൻ ശ്രമിച്ചു. അപ്പോൾ സ്കൂളിൻ്റെ പ്രവർത്തനം അച്ഛന് ഒത്തിരി ഉണ്ടായിരുന്നു. ഈ പ്രദേശമൊക്കെ ഈ പള്ളിയുടെ പരിസരങ്ങൾ മനോഹരമാക്കിയ അച്ഛനാണ്. ഈ ഗാർഡൻ, തോട്ടം അച്ഛൻ്റെ മനസ്സിലുള്ള സൃഷ്ടിയാണ്. ഇടവകയെ പല യൂണിറ്റുകളായി തിരിച്ച് അതൊക്കെ ഒരു ആദ്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. 50 യൂണിറ്റുകളായിട്ട് ഇടവകയിലെ കുടുംബങ്ങളിൽ 50 യൂണിറ്റുകളാക്കി തിരിച്ച് മാറ്റി അച്ഛനത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളാക്കി മാറ്റിയെടുത്തു. പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ പള്ളി നിന്നുകൊണ്ട് തന്നെ, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇടവക്കാർക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് നന്മയ്ക്ക് കൊടുത്ത് പ്രവർത്തിക്കാൻ സാധിച്ചെന്നുള്ളതാണ്. എല്ലാ ജാതി മതസ്ഥരുമായിട്ട് സൗഹൃദം പുലർത്തും, അവരുമായിട്ട് ബന്ധമുണ്ടാകും. അവരുടെയൊക്കെ മനസ്സിലെന്നും ഒരുപക്ഷെ ആനന്യച്ചനാണ് എപ്പോഴും അച്ഛന്മാരെ പറ്റി സംസാരിക്കുന്നത്. ഒരുപാട് കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ അവരുടെ മനസ്സിൽ ആനന്യച്ചൻ്റെ ഒരു ഓർമ്മയാണ് കടന്നു വരിക. അപ്പം അങ്ങനെ ഈ ഇടവകയുടെ ഈ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒത്തിരിയേറെ ദീർഘവീക്ഷണത്തോടുകൂടി ഒരു അപകടം വരുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ കസ്തൂരി എങ്ങനെ വിഷയമാണെങ്കിലും, കൃഷിയുടെ കാര്യങ്ങളാണെങ്കിലും, ജൈവ കൃഷി വളർത്തുന്ന കാര്യങ്ങൾ ഒത്തിരിയേറെ അച്ഛന് നല്ല ദീർഘവീക്ഷണത്തോടുകൂടെ ജനങ്ങൾക്കെല്ലാം നന്മയുണ്ടാക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ചെന്നുള്ളതാണ്. ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ തിരുമല ഇടവകയിൽ ഇന്നും എപ്പോഴും ചോദിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ളത് ആനണിയച്ഛൻ്റെ പേരാണ്, കൊഴുനാളച്ഛൻ്റെ പേരാണുള്ളത്. ഇടവക്കാരുടെ മുമ്പിലല്ല, പറഞ്ഞ അക്രവിസ്തരുടെ മുമ്പിൽ, ഈ തിരുവമ്പാട് എന്ന സമൂഹത്തിന് മുമ്പിൽ മുഴുവനുള്ള ചിന്ത അങ്ങനെയാണ്. ഞാൻ അച്ഛൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരാശയം, മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി. കർഷകർ ഒരിക്കലും പ്രകൃതി ചൂഷകരല്ല, മറിച്ച് പ്രകൃതി സ്നേഹികളാണെന്നുള്ള തത്വമാണല്ലോ അച്ഛൻ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ തുടർന്നും ഈ പ്രവർത്തനങ്ങൾ, ഈ ഇൻഫാമിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിതമായ രീതിയിൽ നടക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ അച്ഛനോട് പങ്കുവയ്ക്കുക. അതോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പം തിരുവമ്പാടി മേഖലയിൽ അച്ഛൻ നിർവഹിച്ച ഈ കുട്ടികളിലൂടെ ജൈവകൃഷി പ്രോത്സാഹിപ്പിച്ച മേഖലകൾ ഇന്നും അത് തുടർന്ന് പോരുന്നുണ്ടോ, അതോ അത് അന്യം നിന്ന് പോയെന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. ചിലതൊക്കെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ എപ്പോൾ ഇവിടെ ചെന്നാൽ കാണാം തിരുവമ്പാടി ആ മേഖല, തിരുവമ്പാടി ഇടവകയല്ല എന്ന് പറയുന്നത്, ആ പഞ്ചായത്തിൽ മുഴുവൻ അതിൻ്റേതായ പ്രതിധ്വനി ഉണ്ടായിരുന്നു. ഇപ്പോഴും ചെന്ന് കാണാം എല്ലാ വീടുകളിലും പച്ചക്കറി, അവർക്ക് മിക്കവാറും പേർ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ടെറസിൻ്റെ മുകളിൽ പോലും കപ്പയിടുന്നവരുണ്ട്. ഞാനെപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള പരിസരം വൃത്തിയായിട്ട് സൂക്ഷിക്കണം, പ്ലാസ്റ്റിക് 4 വശത്തും മെതറരുത്. ഞങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ നേതൃത്വത്തിൽ
തിരുവാമ്പാടി ആ ഭാഗത്ത് പഞ്ചായത്തിലുള്ള വിവിധ മേഖലകളിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മുഴുവനും സംഭരിച്ച് 3 ലോഡ് പ്ലാസ്റ്റിക്കാണ് തിരുവാമ്പാടി ഹൈസ്കൂളിന് മുറ്റത്ത് എത്തിച്ചത്. അത് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നവർക്ക് സമ്മാനം എന്ന് പറഞ്ഞുകൊണ്ട് തോട്ടത്തിൻകടവ് പാലത്തിൻ്റെ അടിയിൽ കുത്തിയൊലിച്ചുകൊണ്ട് മഴവെള്ളം കൊണ്ടുവന്ന് കുത്തി കയറ്റിയ പ്ലാസ്റ്റിക് വരെ പറിച്ചെടുത്ത് കുട്ടികൾ കൊണ്ടുവന്ന പാരം കൂട്ടണ്ടേ, അങ്ങനെ കൊണ്ടുവന്നിട്ട് അത് മുഴുവനും സംഭരിച്ച് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ചതുപ്പ് നിലത്തൂടെ റോഡുണ്ടാക്കും. പുതിയ റോഡുണ്ടാക്കുമ്പോൾ അതിൻ്റെ അടിയിൽ അവർ ഇത് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് റോഡുണ്ടാക്കുന്നതിന് വേണ്ടി അവർ വിനിയോഗിക്കാമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ചെയ്തത്. അതുപോലെ ഈ പരിസര സംരക്ഷണം എന്ന് പറയുന്നതേ അതിന് അത് ജൈവ ജീവിത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പം അതും കൂടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് നമ്മളവിടെയുള്ള ഈ കാർഷിക സംഘടനയുടെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. അത് തുടരേണ്ടതാണ്, ഇപ്പം തുടരുന്നുണ്ട്. ഇപ്പം അതിനുശേഷം രൂപതയാണെങ്കിലും അതുപോലെ കേരളത്തിൽ ആഗോള സഭയാണെങ്കിലും ഈ കാര്യത്തിൽ ഒരുപാട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കർഷക പ്രസ്ഥാനത്തിലൂടെ മാത്രമല്ല, ഇടവകളുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെയൊക്കെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഒരു സംഘടന ഇല്ലാതെ തന്നെ നമുക്ക് ഇതേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ബോധവൽക്കരണം ആവശ്യമാണ്. വനം സംരക്ഷിക്കുന്നവരുടെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ, നമ്മുടെ വീടുകൾ, നമ്മുടെ പരിസരങ്ങൾ, നമ്മുടെ ടൗണുകൾ ഒക്കെ ശുദ്ധിയായിട്ട് സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ തിന്നാനുള്ളതെങ്കിലും സ്വന്തമായിട്ട് വിഷമില്ലാതെ ഉണ്ടാക്കാനുള്ള ഒരു മനസ്ഥിതി, ഒരു എളിമ നമ്മുടെ ആൾക്കാർക്കുണ്ടാകണം. അത് നമ്മൾ തീർച്ചയായും തുറന്ന് തന്നെ പോകും, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാവുന്നത്. ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ അച്ഛ, ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അച്ഛൻ്റെ കൂടുതൽ ജീവിതാനുഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും അച്ഛനുമായിട്ടൊന്നായിരിക്കാം. അതുവരെ എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി.